ഈ ക്രമക്കേടിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തൊട്ടു പിന്നാലെ മറ്റൊരു ക്രമക്കേടിന്റെ സംശയങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അത് അയോധ്യ ക്ഷേത്രത്തിന് പിന്നാലെ മധുര ക്ഷേത്രത്തിലാണ് സാമ്പത്തിക ക്രമക്കേട് നടന്നു എന്ന ആരോപണം ഉയർന്നിരിക്കുന്നത്. ക്ഷേത്ര ഫണ്ടുകൾ മാനേജ്മെന്റ് വെട്ടിക്കുന്നു എന്ന് പൂജാരി ആരോപിക്കുന്നു. അതിന് വിവരങ്ങൾ കൂടി പറയൂ വിനിത. GK, അയോധ്യ ക്ഷേത്രത്തിന് പിന്നാലെയാണ് ഇപ്പോൾ മധുര ക്ഷേത്രത്തിലും സാമ്പത്തിക ക്രമക്കേട് നടന്നുവെന്ന ആരോപണങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ മാനേജ്മെന്റും ഒപ്പം തന്നെ ഈ ക്ഷേത്ര പൂജാരിയും തമ്മിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിലേക്ക് ലഭിക്കുന്ന പണം, ഈ സംഭാവനകളായി ലഭിക്കുന്ന പണം ഉൾപ്പെടെയുള്ള ഈ ഫണ്ട് മാനേജ്മെന്റ് തട്ടിക്കുന്നു എന്നാണ് പൂജാരി ആരോപിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ CBIയുടെ അന്വേഷണം വേണമെന്നും പൂജാരി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതേസമയം പൂജാരിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ മാനേജ്മെന്റും ഉന്നയിച്ചിരിക്കുകയാണ്. പൂജാരിക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് മാനേജ്മെന്റ് കത്ത് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ അയോധ്യയിൽ നടക്കുന്ന SIT അന്വേഷണത്തിന്റെ മാതൃകയിൽ മധുര ക്ഷേത്രത്തിലും ഒരു അന്വേഷണം വേണമെന്നാണ് മാനേജ്മെന്റ് ഈ ഘട്ടത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. GK. ശരി, വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.